ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നവംബർ 29, ഒന്നാമത്തെ വായനാഭാഗം എസ്തറിൻ്റെ പുസ്തകം 5-6 അധ്യായങ്ങൾ. എസ്തർ പറയുന്നുണ്ട്, ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഞാൻ മരിച്ചാലും സാരമില്ല, മരിച്ചാലും കുഴപ്പമില്ല. ഞാൻ രാജാവിൻ്റെ അടുക്കൽ നിയമപ്രകാരമല്ലാതെ ചെല്ലും. അത് മൊർദെഖായിയോട് പറയുന്നതാണ് നമ്മൾ ഇന്നലെ വായിച്ചത്. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഈ മൊർദെഖായി ഈ വിവരം പറഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസം എസ്തർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയിൽ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗ്രഹത്തിൻ്റെ നേരെ നിന്നു. നേരെ നോക്കുമ്പോൾ രാജാവ് രാജധാനിയിൽ ആ വാതിലിന് നേരെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നേരെ നോക്കുമ്പോൾ രാജ്യം നിൽക്കുന്നത് കണ്ടു. രാജാവിന് അവളോട് കൃപ തോന്നി. അവളോട് കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തറിന് നേരെ നീട്ടി. എസ്തർ അടുത്ത് ചെന്ന് ചെങ്കോലിൽ തൊടുകയും ചെയ്തു. രാജാവ് അവളോട് ചോദിച്ചു, എസ്തർ, രാജ്യേ, നിനക്ക് എന്താണ് വേണ്ടത്? നീ അപേക്ഷ എന്താണ്? നീ രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാൽ ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. എസ്തർ വേറൊന്നും ആവശ്യപ്പെട്ടില്ല. രാജാവിന് തിരുവുള്ളം ഉണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരണം എന്ന് അപേക്ഷിച്ചു. എസ്തർ പറഞ്ഞതുപോലെ രാജാവ് ഹാമാനെ വേഗം വരുത്തി വിരുന്നിന് പോവുകയും ചെയ്തു. വിരുന്ന് നടക്കുമ്പോൾ എസ്തറിനോട്, നിന്റെ അപേക്ഷ എന്ത്? അപ്പം നേരത്തെ അത് പറഞ്ഞല്ലോ, നിന്റെ രാജ്യത്തിൻ്റെ പകുതിയായാലും ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോഴാണല്ലോ എസ്തർ ഈ വിരുന്നിൻ്റെ കാര്യം പറയുന്നത്, വിരുന്നിന് ഹാമാനെയും രാജാവിനെയും ക്ഷണിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് വിരുന്നിൻ്റെ സ്ഥലത്ത് വെച്ചും ചോദിക്കുന്നുണ്ട്, നിന്റെ അപേക്ഷ എന്താണെന്ന്. അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൻ്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരും. എസ്തർ പറഞ്ഞു, എൻ്റെ അപേക്ഷയും ആഗ്രഹം ഇതാകുന്നു, രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാനും എൻ്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവ് തിരുവുള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും നാളെ ഞാൻ വീണ്ടും ഒരുക്കുന്ന വിരുന്നിനും നിങ്ങൾ രണ്ടുപേരും വരണം. അപ്പോൾ രാജാവ് പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ ആഗ്രഹം എന്താണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊള്ളാം. രാജ്യത്തിൻ്റെ പകുതി വേണോ, 3/4 വേണോ, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളാം എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഹാമാൻ ഇത് കേട്ടിട്ട് വലിയ സന്തോഷത്തോടെ പോയിട്ട് വീട്ടിൽ പോയി തൻ്റെ ഭാര്യയോടും സുഹൃത്തുക്കളോടും ഒക്കെ ഇത് പറഞ്ഞു. പക്ഷേ ഈ വരുന്ന വഴിയിൽ ഈ കൊട്ടാരത്തിൽ മൊർദെഖായി അവിടെ ഇരിപ്പുണ്ട്. മൊർദെഖായി എഴുന്നേൽക്കുകയോ കുമ്പിടുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നത് കണ്ടിട്ട് ഹാമാൻ വളരെ ദേഷ്യത്തോടു കൂടിയാണ് പോയത്. എന്നിട്ട് ആണ് വീട്ടിൽ ചെന്ന് ഹാമാൻ പറഞ്ഞ തൻ്റെ ധനമഹാത്മ്യം, പുത്രബഹുത്വം, രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവി, പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലെ എൻ്റെ നാമം അല്ലെങ്കിൽ എന്നെ സ്ഥാനം, എനിക്ക് ഇരിപ്പിടം ഉയർത്തി തന്നതുമൊക്കെ വിവരിച്ചു പറഞ്ഞു. എസ്തർ രാജ്ഞിയും വിരുന്നിന് എന്നെ അല്ലാതെ രാജാവിൻ്റെ കൂടെ വേറെ ആരെ ക്ഷണിച്ചിട്ടുമില്ല. ഇതും വളരെ അഭിമാനത്തോടു കൂടി തൻ്റെ സുഹൃത്തുക്കളോടും ഭാര്യയോടും പറയുകയാണ്. പക്ഷേ അവിടെ ഈ മൊർദെഖായിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതുകൊണ്ടൊന്നും എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, തൃപ്തിയാകുന്നില്ല. ഭാര്യയും സ്നേഹിതന്മാരും പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു 50 മുഴമുള്ള കഴുകുമരം, അതായത് ആളുകളെ തൂക്കിക്കൊല്ലുന്ന കഴുമരം ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് നീ നാളെ രാജാവിനോട് ഈ മൊർദെഖായിയെ തൂക്കിലേറ്റുന്ന കാര്യം പറയണം. അവനെ തൂക്കിലേറ്റുകയും വേണം. രാജാവിന് ഹാമാൻ ഈ കാര്യം വളരെ തൃപ്തിയായി, സന്തോഷമായി. കഴുമരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം വിരുന്നിന് പോകാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. ഇനി 6-ാം അധ്യായത്തിൽ കാണുന്നത്, അന്ന് രാത്രി, അതായത് ഈ ആദ്യത്തെ വിരുന്ന് നടന്ന ആ രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. രാജാവിന് ഉറക്കം വരാഞ്ഞിട്ട് രാജാവ് ഈ ദിനവൃത്താന്തങ്ങൾ കുറിക്കുന്ന പുസ്തകം, അതായത് ഡയറി, രാജ്യകാര്യങ്ങൾ എഴുതുന്ന ഡയറിയാണ്, പേഴ്സണൽ കാര്യങ്ങൾ എഴുതുന്ന ഡയറിയല്ല. ദിനവൃത്താന്തം, ദിനവൃത്താന്തം എഴുതുന്ന പുസ്തകം കൊണ്ടുവരാൻ കൽപ്പിച്ചു. രാജാവ് ഔട്ടിരുന്നുണ്ട്, അത് വായിച്ച് കേൾപ്പിച്ചപ്പോൾ മുമ്പ് നടന്നൊരു സംഭവം അവിടെ എഴുതിയിരിക്കുന്നത്, ബിഗ്ധാന, തേരശ് എന്നീ 2 പേർ അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്ന കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടു. അന്ന് മൊർദെഖായിയാണ് അത് അറിവ് കൊടുക്കുന്നത്. അങ്ങനെയാണ് രാജാവ് ആ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മൊർദെഖായിക്ക്
എന്ത് ബഹുമാനമാണ് കൊടുത്തത്, എന്ത് പദവി കൊടുത്തു എന്ന് രാജാവ് അത് വായിച്ചവനോട് അവിടെ ഉണ്ടോ ചോദിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മറുപടി പറയുകയും ചെയ്തു. അപ്പം പ്രാകാരത്തിൽ ആരോ ആണ് ഉള്ളതെന്ന് ചോദിച്ചു. രാജാവ് ചോദിച്ചപ്പോൾ, എന്നാൽ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി താൻ തീർത്ത കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടത് രാജാവിനെ അപേക്ഷിപ്പാൻ രാജാവിൻ്റെ പുറത്ത് പ്രാകാരത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഹാമാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു രാജാവിനോട് ഇത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാമാൻ പുറത്ത് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാനെ തന്നെ വരാൻ പറഞ്ഞു. ഹാമാൻ വരാൻ പറഞ്ഞു. ഹാമാൻ വന്നു. ഹാമാനോട് രാജാവ് ചോദിക്കുകയാണ്, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന ഒരു പുരുഷന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? അതായത് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന ആളിനെ എങ്ങനെ, ഏത് രീതിയിലാണ് ബഹുമാനിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹാമാൻ വിചാരിക്കുന്നത്, എന്നെ അല്ലാതെ പിന്നെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം തന്നെ രാജ്ഞി എന്നെ അല്ലേ വിരുന്നിന് ക്ഷണിച്ചുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കയറ്റി തന്നെ ഹാമാൻ അതിന് മറുപടി പറയുകയും ചെയ്തു. രാജാവ് ധരിക്കുന്ന രാജവസ്ത്രം എന്നെ ധരിപ്പിക്കണം. അപ്പോൾ തനിക്ക് രാജാവിൻ്റെ രാജവസ്ത്രം തനിക്ക് കിട്ടും. അവൻ്റെ തലയിൽ രാജാവ് വയ്ക്കുന്ന രാജകിരീടം തന്നെ അവൻ്റെ തലയിൽ വെക്കണം. അപ്പോൾ അതും തനിക്ക് തന്നെ കിട്ടും. എന്നിട്ട് രാജാവിൻ്റെ കുതിര, രാജാവിൻ്റെ വസ്ത്രം, രാജാവിൻ്റെ കിരീടം, അവിടെ കുതിരയുടെ കാര്യവും പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാം രാജാവിൻ്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അതും അടുത്ത കടന്ന ആഗ്രഹമാണ്. അപ്പം അവിടെയുള്ള ഏറ്റവും മുന്തിയ, രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വൃത്തിൻ്റെ കയ്യിൽ, ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അയാളെ കൊണ്ട് അതെല്ലാം ധരിപ്പിച്ചിട്ട് കുതിരപ്പുറത്ത് കയറ്റി, ഈ രാജാവിൻ്റെ കുതിരപ്പുറത്ത് കയറ്റി പട്ടണത്തിൽ കൂടെ എല്ലാം നടത്തിക്കണം. പട്ടണ വീതിയിൽ കൂടെ നടത്തണം. രാജാവിൻ്റെ കുതിരപ്പുറത്താണ് ഇയാൾ ഇരിക്കുന്നത്. നടത്തി, കുതിരയാണ് നടക്കുന്നത്, രാജാവിൻ്റെ പുറത്ത്, കുതിരയുടെ പുറത്താണ് ആളിരിക്കുന്നത്. രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും എന്ന്, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെ ചെയ്യും, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെ ചെയ്യും എന്ന് ഈ കുതിരയുടെ മുമ്പിൽ, ഇയാളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. രാജാവ് ഹാമാനോട് പറഞ്ഞു, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന യഹൂദരായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക എന്ന് പറഞ്ഞു. നീ പറഞ്ഞതിൽ ഒന്നും കുറച്ച് കളയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ രാജവസ്ത്രവും കുതിരയും ഒക്കെ കൊണ്ടുവന്ന് മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടു നടന്നു. ഈ ഹാമാന് അത് ചെയ്യേണ്ടി വന്നു. രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ ഹാമാനെ കൊല്ലാൻ വേണ്ടി ഇട്ട പദ്ധതിയിൽ ഇവിടെ സംഭവിക്കുന്നത്, ഹാമാന് ഇട്ട പദ്ധതിയിൽ മൊർദെഖായിയെ ബഹുമാനിക്കേണ്ട അവസ്ഥയിലേക്ക് ഹാമാൻ വന്നു. ഹാമാൻ ഇട്ട പദ്ധതി അവിടെ നടന്നില്ല എന്നുള്ളതാണ്. അത് രാജാവിനോട് ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കാൻ പോലും അവിടെ കഴിഞ്ഞില്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അയാൾ ദുഃഖിതനായി വീട്ടിലോട്ട് പോയി. തനിക്ക് സംഭവിച്ചതൊക്കെ ഭാര്യയോടും സ്നേഹിതന്മാരോടും ഒക്കെ വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ ശേരശും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. തലേദിവസം കഴിമരത്തിൽ കയറ്റാനുള്ള ഉപദേശം കൊടുത്ത ആൾക്കാരാണ് ഇന്ന് പറയുന്നത്, അവൻ യഹൂദനാണെങ്കിൽ നീ അവൻ്റെ മുമ്പിൽ ജയിക്കയില്ല. അവർ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷണ്ടന്മാർ വന്ന് എസ്തർ ഒരുക്കി വിരുത്തിന് ഹാമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് നമ്മുടെ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സർക്കാർ വാഹനം തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ ഈ ഹാമാനെയും ഉദ്യോഗസ്ഥന്മാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഇത് സംഭവിക്കുന്നത് ആ ദിനവൃത്താന്ത പുസ്തകം വായിക്കുന്നത് കൊണ്ടാണ്. അയാൾ ഉറക്കം വിളച്ചിരിക്കുമ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നാൽ മതി, വർത്തമാനം പറഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പകിടകളി പോലെ കളിയിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ആ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് രാത്രി കാറ്റുകൊള്ളുകയോ ദേശത്തിൻ്റെ ഭംഗി കാണുകയോ ഒക്കെ ചെയ്യാം.
പക്ഷെ അന്നവിടെ ചെയ്തത് ഈ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവന്ന് വായിക്കുകയാണ്. വായിക്കുമ്പോൾ ഈ ഭാഗം തന്നെ എടുത്ത് വായിക്കാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മൾ കാണുന്നത്. അത് ദൈവത്താലല്ലാതെ സാധാരണ മനുഷ്യനാൽ സാധിക്കുന്നതല്ല. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ മൊർദെഖായിക്ക് ഈ പറഞ്ഞ ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഒരു ബഹുമാനം, രാജാവിൻ്റെ മുമ്പിൽ ഒരു സ്ഥാനം, രാജാവ് മൊർദെഖായി പറയുന്ന വാക്ക് രാജാവിൻ്റെ ഹൃദയമാവുകയുള്ളൂ, അല്ലെങ്കിൽ രാജാവിന് കേൾക്കാൻ തയ്യാറാവുള്ളൂ. ആ തരത്തിൽ മൊർദെഖായി ഉയർത്തപ്പെടുകയും ഹാമാൻ താഴ്ത്തപ്പെടുകയും ചെയ്യുകയാണ്. ഇത് ദൈവത്താലല്ല സാധിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ അധ്യായത്തിലെങ്ങും ദൈവം എന്നൊരു വാക്കോ അല്ലെങ്കിൽ യഹോവ എന്നൊരു വാക്കോ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ സഹായത്തെ ഒന്നും നമ്മൾ കാണാൻ കഴിയില്ല. പക്ഷേ കൃത്യമായ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റുന്ന ഒരു ശക്തമായ പുസ്തകം തന്നെയാണ് എസ്തറിൻ്റെ പുസ്തകം എന്ന് പറയാതിരിക്കാൻ നിർവാഹവുമില്ല. രണ്ടാമത്തെ വായനാ ഭാഗം ആമോസ് പ്രവചനം 9-ാം അധ്യായം. ഈ 9-ാം അധ്യായത്തോടുകൂടി ആമോസ് പ്രവചനം അവസാനിക്കുകയുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ചില വാക്കുകൾ, ഉറപ്പായ വാക്കുകൾ ഇസ്രായേലിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച്, അവരുടെ നാശത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ് നമ്മൾ മുമ്പത്തെ അധ്യായത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഈ 9-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ ആമോസ് പ്രവാചകൻ എഴുതുന്നത്, ഞാൻ യഹോവ യാഗപീഠത്തിന് മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ദൈവം അരുളി ചെയ്തത് എന്തെന്നാൽ, ഉത്തരങ്ങൾ കുലുങ്ങുമാറ് നീ പോതികയെ അടിക്കുക. ഉത്തരം, ഒരു കെട്ടിടത്തിൻ്റെ ഉത്തരം ഇരിക്കുന്നത് ഏറ്റവും മുകളിലാണ്. അതിലാണ് റൂഫിൻ്റെ മേൽക്കൂര കാര്യങ്ങളെല്ലാം കൃത്യമായി അടുക്കി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പോതിക അടിക്കാൻ പറയുന്നത്, പോതിക എന്ന് പറയുന്നത് വാതിലിൻ്റെ മേൽഭാഗത്തുള്ള തിരശ്ചീനമായ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായ ഭാഗമാണ്. അത് പണ്ട് കാലങ്ങളിൽ അത് തടി കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് കല്ലടുക്കിയിട്ടാണ് അതിൻ്റെ മേളിൽ പണിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്പേസിനെ താങ്ങി നിർത്തുന്നത്, അതിൻ്റെ മേളിലുള്ള കല്ലുകളെ താങ്ങി നിർത്തുന്നത്, അത് താഴോട്ട് വീഴാതെ നോക്കുന്നത് ഈ പറയുന്ന ലിൻഡലാണ്. ലിൻഡൽ അല്ലെങ്കിൽ പോതിക. നമുക്ക് ഇന്ന് പഴയ ചില കെട്ടിടങ്ങളെയൊക്കെ കണ്ടാൽ, അതായത് രാജകൊട്ടാരമോ അതുപോലെ പണമുള്ളവരുടെയോ ഒക്കെ കണ്ടാൽ, ഈ RCC അല്ലെങ്കിൽ റീൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റ് വരുന്നതിന് മുമ്പുള്ള കെട്ടിടങ്ങളെ കണ്ടാൽ അവയും ഇങ്ങനെയാണ്, ഈ പറഞ്ഞ തടിയുടെ മേളിലാണ് അടുക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു ആർച്ച് ഉണ്ടായിരിക്കും. ആ ആർച്ച് ഈ പറയുന്ന തടി ഭാഗം വന്നിട്ട് അതിൻ്റെ മേളിലൊരു ആർച്ച് വന്നിട്ട് ആർച്ചിൻ്റെ മേളിലാണ് അടുക്കുന്നത്. ആ ടെക്നോളജിയൊക്കെ എന്നാണ് വന്നതെന്ന് എനിക്കതിൻ്റെ കാലഘട്ടം അറിയില്ല. പക്ഷേ അതിനു മുമ്പുള്ള കാലത്ത് ആർച്ചിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ടെക്നോളജി വരുന്നതിന് മുമ്പ് ഈ തടി വാതിലിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള, അതായത് കുത്തനെയുള്ള തടികളും തടിയും അതിൻ്റെ കുറുകെ ഉള്ള തടിയും ലിൻഡൽ വാതിലിൻ്റെ മേളിൽ വരുന്ന, അതാണ് ലിൻഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ മേളിൽ തന്നെ തിരശ്ചീനമായി തന്നെയായിരുന്നു അന്ന് അടുക്കിയിരുന്നത്. അപ്പോൾ ഈ ലിൻഡൽ അല്ലെങ്കിൽ പോതിക എന്ന് പറയുന്ന ഭാഗത്തെ അടിച്ച് തകർത്ത് കളഞ്ഞാൽ അതിന് മേളിലിരിക്കുന്ന കല്ലുകൾ വീഴാൻ തുടങ്ങും. അങ്ങനെ കല്ലുകൾ വീഴാൻ തുടങ്ങിയാൽ അതങ്ങ് കെട്ടിടത്തിൻ്റെ ഏറ്റവും മേളിലുള്ള ഉത്തരങ്ങളെയും കഴുക്കോലുകളെയും മോന്തായത്തെയും എല്ലാം തകർത്ത് കെട്ടിടം താഴോട്ട് വീണ് തുടങ്ങാനിടയാകും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉത്തരങ്ങൾ കുലുങ്ങുമാറ് നീ പോതികയെ അടിക്കുക, അവ എല്ലാവരുടെയും തലമേൽ വീഴുവാൻ തക്കവണ്ണം തകർത്ത് കളയുക. അപ്പോൾ എല്ലാ വാതിലിൻ്റെയും ഈ പറഞ്ഞ പോതികകൾ അടിച്ചു തകർക്കുമ്പോൾ കെട്ടിടം പൂർണ്ണമായി നിലംപതിക്കും. ഒരു പോതികയല്ല അടിക്കുന്നത്, എല്ലാ പോതികയും അടിക്കുമ്പോൾ അത് തകർന്ന് വീഴുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. അവരുടെ സന്തതിയെ ഞാൻ വാൾ കൊണ്ട് കൊല്ലും. അപ്പോൾ ശിക്ഷകളെ സംബന്ധിച്ച് അവിടെ പറയണം, അവരിൽ ആരിലും ഓടിപ്പോകുകയില്ല, അവരിൽ ആരും വഴുതിപ്പോകുകയില്ല. അവർ പാതാളത്തിൽ തുരന്ന് കടന്നാലും അവിടെ നിന്ന് ഞാൻ അവരെ പിടിക്കും. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. അവർ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരും. പിന്നെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞ് സമുദ്രത്തിൻ്റെ അടിയിൽ പോയിരുന്നാൽ ഞാൻ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അവരെ കടിപ്പിക്കും. ഞാൻ ശത്രുക്കളുടെ മുമ്പിൽ പ്രവാസത്തിലേക്ക് പോയാലും അവർ പ്രവാസത്തിൽ ഞാൻ അവിടെ വാളിനോട് അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ കൊല്ലും. നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ട് തന്നെ ഞാൻ അവരുടെ മേൽ ദൃഷ്ടി വയ്ക്കും. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു, അതിൽ പാർക്കുന്നവരൊക്കെയും വിലപിക്കും. ഞാൻ വാക്യങ്ങളെ അങ്ങനെ തന്നെ വായിച്ചതാണ്. അപ്പോൾ ഇത് അവർക്ക് വച്ചിരിക്കുന്ന ഒരു ശിക്ഷയെ സംബന്ധിച്ചാണ്.
എന്നിട്ട് പറയാണ്, ഞാൻ ആകാശത്തിൽ തൻ്റെ മാളികകളെ പണിയുകയും ഭൂമിയിൽ തൻ്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു. യഹോവ എന്നാകുന്നു എൻ്റെ നാമം. അപ്പോൾ എൻ്റെ ശിക്ഷ മടക്കിക്കളയാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ ശിക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിനെ തടുക്കാവുന്നവൻ ആരുമില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ യഹോവ ആകുന്നു, ഞാനാകുന്നു യഹോവ, ഞാനാകുന്നു യഹോവ എന്നാണ് അവിടെ ദൈവം പറയുന്നത്. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെ അല്ലയോ എന്ന് ചോദിക്കുകയാണ്. അത് പഴയ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതെന്താണെന്നുള്ളത് മനസ്സിലാവും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിനെ മിസ്രയീം ദേശത്ത് നിന്നും ഫെലിസ്തരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? ഇത് മൂന്ന് വ്യത്യസ്തമായ സംഭവങ്ങൾ. ഇസ്രായേലിനെ നമുക്കറിയാം, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കാര്യം. ഇപ്പോൾ ഫെലിസ്തരെ കഫ്തോരിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്നത്, ഫെലിസ്തീർ എന്ന് പറയുന്നത് ഇപ്പം ഫെലിസ്തീരുടെ ദേശമാണ് ഈ പാലസ്തീൻ എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് അവരുടെ ആദ്യകാലമേ ഉള്ള ദേശമല്ല. അവരെ കഫ്തോറിൽ നിന്നാണ് കൊണ്ടുവന്നത്. കഫ്തോർ എന്ന് പറയുന്നത് ഈജിയൻ കടലിൽ, മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഈജിയൻ കടലിലെ ക്രേത്ത എന്ന ദ്വീപാണ് ഈ പറയുന്ന കഫ്തോർ എന്ന് പറയുന്ന സ്ഥലം. അതോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഏതെങ്കിലും ദ്വീപാണ് ആയിരിക്കണം. ആ കഫ്തോറിൽ നിന്നാണ് ഈ ഫെലിസ്തരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫെലിസ്തർ അവിടെ നിന്ന് വന്നവരാണ്. എന്നാൽ ഈ ഫെലിസ്തരെ വീണ്ടും കുറച്ചുകൂടെ പഴകിയ കാര്യത്തെ അന്വേഷിച്ച് പോകുമ്പോൾ അവരും യഥാർത്ഥത്തിൽ മിസ്രയീമ്യർ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. മിസ്രയീമിൽ നിന്ന് കഫ്തോരിൽ വന്ന് നൂറ്റാണ്ടുകൾ പാർത്ത് അവിടെ നിന്ന് പിന്നെ കനാൻ ദേശത്തേക്ക് വന്നവരാണ് ഈ ഫെലിസ്ത്യർ. അപ്പം യഥാർത്ഥത്തിൽ അവർ കഫ്തോര്യരാണ്. കഫ്തോര്യമെന്നും കഫ്തോരൈറ്റ് എന്നും ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും ബൈബിളിൽ. അതുപോലെ തന്നെ അരാമ്യരെ കീറിൽ നിന്ന് കൊണ്ടുവന്നില്ലയോ? അപ്പം അരാമ്യരെ കീറിൽ നിന്ന് കൊണ്ടുവന്നില്ലയോ എന്ന് പറയുന്നൊരു ഭാഗം നമുക്ക് ആമോസിൻ്റെ തന്നെ 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഞാൻ ബെൻഹദദിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ദമ്മേശെക്കിൻ്റെ ഓടാമ്പൽ തകർത്ത് എന്നും പറയുന്നുണ്ട്. ദമ്മേശെക്കിൻ്റെ ഓടാമ്പൽ തകർത്തെന്നൊരു കാര്യം. ഇനി നമുക്കൊരു ഭാഗം പരിശോധിക്കാൻ, അത് രാജാക്കന്മാരുടെ പുസ്തകം, രണ്ടാമത്തെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ അശൂർ രാജാവായ, അപ്പോൾ ഈ പറയുന്ന അരാമ്യർ എന്ന് പറയുന്നത് അരാമ്യർ എന്ന് പറയുന്ന സിറിയൻസ് ആണ്, അത് അശൂര്യരാണ്. അവരെ കീറിൽ നിന്ന് കൊണ്ടുവന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ തിഗ്ലത്ത് പിലേസർ, അശൂർ രാജാവ് തിഗ്ലത്ത് പിലേസറിൻ്റെ അടുത്ത് ആഹാസ് രാജാവ് എന്നെ സഹായിക്കണമെന്ന് പറയുകയും ആ തിഗ്ലത്ത് പിലേസറിന് ഭണ്ഡാരത്തിൽ നിന്ന് വെള്ളിയും പൊന്നും ഒക്കെ ആഹാസ് രാജാവ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ആ അശൂർ രാജാവ് വന്ന് ദമ്മേശെക്കിൽ ചെന്ന് അതിനെ പിടിച്ച് അതിലെ നിവാസികളെ കീറിലേക്ക് ബദ്ധരായി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഈ കീറിലേക്ക് ഈ ദമ്മേശെക്കിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അങ്ങനെ കൊണ്ടുപോകപ്പെട്ടവരെ അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ എന്നും നമ്മൾ വായിക്കുന്നു. ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, എന്നെക്കൊണ്ട് സാധ്യമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയാണ്, യഹോവയായ കർത്താവിൻ്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു, ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും. അപ്പോൾ ഈ ദേശങ്ങളെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ, അവിടുത്തെ ജാതികളെ, ജനങ്ങളെ ഒക്കെ ചെയ്യാൻ ഞാനാണ് ഇടയാക്കിയത്. മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ കനാൻ ദേശത്ത് കൊണ്ടുവന്നത്, ഫെലിസ്ത്യരെ കനാൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്നത്, അരാമ്യരെ കീറിൽ നിന്ന് കൊണ്ടുവന്നത് ഒക്കെ ഞാനാണ് ചെയ്തത്. ഞാൻ അതിനെ ഭൂതലത്തിൽ നശിപ്പിക്കും. എങ്കിലും അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്നതാണിത്. എങ്കിലും ഞാൻ യാക്കോബ് ഗൃഹത്തെ മുഴുവനും നശിപ്പിക്കുകയില്ല. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെ ഇടയിൽ നിന്നും അരിക്കും. ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങൾ പറയുന്നത് എന്താ? അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയുമില്ല എന്ന് പറയുന്ന നിങ്ങൾ എല്ലാ പാപികളും വാൾ കൊണ്ട് മരിക്കും. അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എൻ്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും. അപ്പോൾ ഇന്നെങ്ങുമല്ല, ഈ പ്രവചനം നടക്കുന്ന സമയത്തെങ്ങുമല്ല, ഇനിയും
വളരെ 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 കാലങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്. ദാവീദിൻ്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും, അത് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ദാവീദിൻ്റെ കൂടാരത്തെ നിവർത്തുന്നത്, ദാവീദിന് സന്തതിയായ ഒരുവൻ രാജാവായി വന്നിട്ടില്ല. അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവ എന്ന ദൈവത്തിൻ്റെ അരുളപ്പാട്. ഇത് കൃത്യമായി തന്നെ പറയുകയാണ്. എന്നാൽ ഈ ശിക്ഷയൊക്കെ സംബന്ധിച്ച് ഇത്ര ശക്തമായ വാക്കുകൾ പറയുന്നെങ്കിലും അതിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് വളരെ ആശ്വാസമുള്ള വാക്കുകളാണ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങളുണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇന്ന് ഇസ്രായേൽ ആയിട്ടുണ്ടെന്ന് വേണം നമുക്ക് കരുതാൻ. ആ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ചിതറിപ്പോയിരുന്ന അവരെ ഇന്ന് ഇസ്രായേൽ എന്ന അവരുടെ പഴയ നാട്ടിലേക്ക്, ദേശത്തിലേക്ക്, മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരികയും അത് ചെയ്യുമെന്ന് പറഞ്ഞ ദൈവം അത് ചെയ്തു കഴിഞ്ഞു. അതിനി അവരെ ആ ദേശത്ത് നിന്ന് പറിച്ചു കളയുകയില്ല എന്നാണ്. അപ്പോൾ ഇനി ഏത് യുദ്ധം വന്നാലും ആർക്കും ഇസ്രായേലിനെ ആ ദേശത്ത് നിന്ന് പറിച്ചു കളയാനൊക്കത്തില്ല. അവരിന്ന് ഉള്ള ഏറ്റവും വലിയ സമൃദ്ധിയിലാണ്. പക്ഷെ അവരിനിയും യഥാസ്ഥാനപ്പെടേണ്ട ഒരുപാട് ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് യഥാസ്ഥാനപ്പെടേണ്ടതുണ്ട്. അതിന് വരെ ദൈവം അവരെ ആ പണിയിലേക്ക് ഉദ്യമിപ്പിച്ചു കൊണ്ടിരിക്കും. അത് സംഭവിക്കുമ്പോൾ ഇതെല്ലാം പൂർത്തിയാകും. ഈ ദൈവരാജ്യത്തിൻ്റെ സമീപനവും ആ സമയത്തേക്കാകും എന്നുള്ളതാണ് നമുക്ക് ബൈബിളിലെ പല ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ ഈ പുസ്തകം, ആമോസിൻ്റെ പുസ്തകം 9 അധ്യായങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയ പുസ്തകവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മൂന്നാമത്തെ വായനാഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 1, 2 അധ്യായങ്ങൾ. ഇവിടെ സാധാരണ നമ്മുടെ ലേഖനങ്ങൾ കാണുമ്പം ലേഖനകർത്താവ് ആരെന്ന് സാധാരണ കാണും. പക്ഷേ ഈ പുസ്തകത്തിൽ ലേഖനകർത്താവ് ആരെന്ന് കാണാനില്ല. പല ബൈബിൾ പണ്ഡിതന്മാരും ഏകസ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഇത് പൗലോസ് അപ്പോസ്തലൻ തന്നെ എഴുതിയതാണെന്നാണ്. അതിന് ഈ ലേഖനത്തിനകത്ത് തന്നെ അതിനകത്തുള്ള ആന്തരികമായ തെളിവുകളുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. ഇത് എബ്രായർക്ക് എഴുതിയ ലേഖനം എന്നാണ് പറയുന്നത്. ആ കാലത്ത് പലസ്തീനിലെ യഹൂദന്മാരെയാണ് എബ്രായർ എന്ന് പറഞ്ഞിരുന്നതെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് എബ്രായ ഭാഷയിലാണ് അത് എഴുതിയത്. കഞ്ഞായ എബ്രായ ഭാഷയിൽ അത് മനസ്സിലാകുന്നത് അവർ മാത്രമാണ് അന്ന് ഉള്ളത്. അവർക്ക് എബ്രായ ഭാഷയിൽ തന്നെ എഴുതി. ഇത് പുതിയ നിയമ പുസ്തകമാണ്, പക്ഷേ എബ്രായ ഭാഷയിൽ തന്നെ എഴുതി. പിന്നീട് അത് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവിടെ എബ്രായർ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ പലസ്തീനിലെ യഹൂദന്മാർ തന്നെയാണ്. ആ യഹൂദന്മാർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികളായി മാറുകയും, എന്നാൽ ആ യഹൂദന്മാർ ആ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ യഹൂദന്മാർ തന്നെ വലിയ പീഡനം അഴിച്ചു വിടുന്നുണ്ട് ക്രിസ്ത്യാനികൾക്ക്. ജാതികളിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾക്കായാലും യഹൂദ ഗോത്രത്തിൽ നിന്നല്ല, യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായി മാറിയവരെയൊക്കെയും പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത് ലേഖനകർത്താവ് കണ്ടൊരു കാര്യം മനസ്സിലാക്കിയത്, അവർ തിരിച്ച് യഹൂദ മതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്, പീഡനം സഹിക്കവയ്യാതെ. അപ്പോൾ അങ്ങനെ പോകുന്ന വിശ്വാസികളായിട്ടുള്ളവർ, അപ്പോൾ അതിപ്പം യഹൂദ മതത്തിൽ നിന്ന് പോയവർ മാത്രമല്ല, വേറെയുള്ള ആൾക്കാരും അതുപോലെ പോകാൻ ഇടയായിട്ടുണ്ടാവാം. അവർക്ക് പക്ഷെ തിരിച്ചു പോകണ്ട, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയായ പരിച്ഛേദനയൊക്കെ കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുക ചെയ്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ അപ്പം അങ്ങനെയുള്ള അവരോട് ഈ ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പോൾ അവരെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും അവർ ഇന്ന് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പവിത്രത, അതിൻ്റെ വാല്യൂ, ദൈവം അതിനെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, അതിൻ്റെ അവസ്ഥ, ക്രിസ്തു എന്താണ്, ക്രിസ്തുവിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു വലിയ ചിത്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കും യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും നന്നായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ എബ്രായ ലേഖനം ഇല്ലെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിനെ നമ്മളിന്ന് അറിയുന്നത് പോലെ അറിയുമായിരുന്നില്ല.
അത്ര കണ്ട് ക്രിസ്തുവിനെ കൃത്യമായി വരച്ചു വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഇതിൽ ലേഖനകർത്താവിൻ്റെ പേര് എഴുതാത്തതും ചിലപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടായിരിക്കാമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അന്നത്തെ പീഡനം അത്ര കഠിനമായതുകൊണ്ട് ഇതാരാണ് എഴുതിയതെന്ന് അറിയണ്ട എന്നുള്ളതായിരിക്കണം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. അത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പേര് വെളിപ്പെടുത്തുന്നതിലായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം. മറിച്ച് തൻ്റെ ഉദ്ദേശം എന്താണോ അത് നിറവേറപ്പെടുക എന്നുള്ളതാണ്. തൻ്റെ പേര് പ്രസിദ്ധമാകുന്നതിനേക്കാളും ആവശ്യം അല്ലെങ്കിൽ അനിവാര്യം എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അദ്ദേഹം തൻ്റെ പേരെഴുതാത്തത് ഇവരുടെ പീഡനവും ആരാണ് എഴുതിയതെന്ന് അറിയണ്ട എന്നുള്ളതും ആയിരിക്കാൻ കാരണമെന്നും പണ്ഡിതമതം അങ്ങനെയാണ് പറയുന്നത്. തുടക്കം തന്നെ വളരെ രസകരമായ ഒരു എഴുത്താണ്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ച് അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാളും വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായിത്തീരുകയും ചെയ്തു. ഇപ്പം ദൈവദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായി അല്ലെങ്കിൽ ദൈവം ശ്രേഷ്ഠനാക്കി യേശുക്രിസ്തുവിനെ എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇത് എബ്രായർക്ക് ആ ബോധ്യമുണ്ടാവണം. അവർ പിന്മാറിപ്പോകുന്നവർക്ക് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു ഇന്ന് ആരാണ് എന്നവരെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തൽ അവരെ മാത്രമല്ല വായിക്കുന്നത് നമ്മളെയും ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പം ദൂതന്മാരെക്കാൾ ഉയർന്ന, അത് മുമ്പൊരിക്കലും അങ്ങനെ നമ്മളൊരു കാര്യം വായിച്ചിട്ടില്ല. പക്ഷേ ഈ സങ്കീർത്തന പുസ്തകത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത് അതാണ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ. നേരത്തെ എൻ്റെ എഴുത്തുകളുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്, പക്ഷേ അത് ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ഇവിടെ ഈ എബ്രായ ലേഖനത്തിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോഴാണ് നമ്മൾ ഇത് വായിച്ചങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു എന്നൊക്കെ നമ്മളിവിടെ വായിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ ഇത് ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഭൂതലത്തിലുണ്ടായിരുന്നു, മരിച്ചു, അടക്കപ്പെട്ടു, വീണ്ടും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ് ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നർത്ഥം. ഭൂമിയിലേക്ക് വീണ്ടും വന്നല്ലോ. ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. പുത്രനോട് പറയുന്നത് എന്നാണ് വായിക്കുന്നത്. പുത്രനോട് പറയുന്നത് ദൈവമേ, അത് സങ്കീർത്തന പുസ്തകം 45-ാമത്തെ സങ്കീർത്തനത്തിലാണ്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് മനസ്സിലാവും. നമുക്ക് മനസ്സിലാകുന്നതല്ല അവിടുത്തെ പ്രധാന ഉദ്ദേശം. ഈ എബ്രായർ പലസ്തീനിലെ എബ്രായരെ കുറിച്ചാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് മനസ്സിൽ അത്ര തീവ്രതയോടെ ഈ പുസ്തകം എഴുതപ്പെട്ടത്. നമുക്കത് ഉപകാരപ്പെട്ടു എന്നത് നമുക്കല്ല, തലമുറകൾക്ക് അത് ഉപകാരപ്പെട്ടു എന്നുള്ളത് മറ്റൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ ഈ പ്രവചനം എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാകുന്നത്. കർത്താവ്, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ എഴുന്നേൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. അപ്പം ഇതൊക്കെയും പറയുന്നതിനെ സംബന്ധിച്ചാണ് അത് പറഞ്ഞിട്ട് അതും 102-ാം സങ്കീർത്തനത്തിൽ ആണ് ഇവിടെ പറയുന്നത്. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കില്ല എന്നും പറയുന്നുണ്ട്. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളും നീ എൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരോട് ആരെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ സങ്കീർത്തന പുസ്തകം 103 ഞാൻ നിന്റെ ശത്രുക്കളെ എൻ്റെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത്. അപ്പോൾ യേശുക്രിസ്തു ഇന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്താണെന്നും
ജീവനോടിരിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് ആ വാക്യത്തെ സംബന്ധിച്ച് ഉള്ള വിശദീകരണമാണ് ഇവിടെ കാണുന്നത്. എന്ന് ദൂതന്മാർ ആരോടെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ദൂതന്മാരെ കുറിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ ദൂതന്മാരെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്, അവരൊക്കെയും ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? അപ്പോൾ യേശുക്രിസ്തുവിനെയും സഹായിച്ച ദൂതന്മാരുണ്ട്. ഇന്ന് വിശ്വാസത്തിലേക്ക് നടന്നെടുക്കുന്ന ഈ സത്യവിശ്വാസത്തിലേക്ക് വരുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെയും സേവകാത്മാക്കളായി ദൈവം അയക്കപ്പെടുന്ന ദൂതന്മാരുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഇവിടെ അതാണ്, ആ ഒരു സത്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ദൂതന്മാരെ ഉയർത്താനല്ല ഈ ലേഖനം, ദൂതന്മാരെ ഉയർത്താനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ദൂതന്മാർ രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയൊക്കെ അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു കാര്യം കാണുന്നത്, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ദൈവം അത് യേശുക്രിസ്തുവിന് കൊടുക്കുന്നതായിട്ടും യേശുക്രിസ്തു അത് ദൂതൻ മുഖാന്തരം ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കപ്പെടുന്നതുമായ കാര്യമായിട്ടാണ് നമ്മളിത് കാണുന്നത്. അത് യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവം യേശുക്രിസ്തുവിന് കൊടുക്കുന്നു, യേശുക്രിസ്തു അത് ദൂതന് കൊടുക്കുന്നു, ദൂതനത് യോഹന്നാനെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ വായിക്കുന്നത്. അപ്പം ഈ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്ന ദൂതന്മാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് അതിൻ്റെ 2-ാമത്തെ അധ്യായം അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച, അതുകൊണ്ട് ഇതൊക്കെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് യേശുക്രിസ്തു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്ന് എബ്രായരോട് ലേഖനകർത്താവ് പറയുകയാണ്. നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കണമെന്നത്. അതിനെന്ത് ചെയ്യണം? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. വീണ്ടും കേട്ടത് മനസ്സിലാക്കി അതിൽ ഉറയ്ക്കാൻ ഇടയാകണം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേട് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇതാണ് പൗലോസ് ഈ ലേഖനകർത്താവ് ഈ എബ്രായരോട് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ ഇത്രയും മഹത്തരമായ കാര്യം നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾ ആ രക്ഷയുടെ ആ മൂല്യം മനസ്സിലാക്കാതെ നിങ്ങളത് തെറ്റിയൊഴിഞ്ഞ് നിങ്ങളത് പിന്മാറിപ്പോയാൽ ശിക്ഷ എത്ര വലുതായിരിക്കും എന്നുള്ളതാണ് അവിടെ വായിക്കുന്നത്. നാം പ്രസ്താവിക്കുന്ന ഭാവി കാലത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ദൂതന്മാർക്കല്ല അത് കൊടുത്തിരിക്കുന്നത്, പക്ഷെ മനുഷ്യർക്കാണ്. അതിലുപരി യേശുക്രിസ്തു എന്ന മനുഷ്യനാണ് അതിൻ്റെ പൂർണ്ണമായ അധികാരം കൊടുത്തത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടത് അവൻ എന്ത് മാത്രം. നീ അവനെ ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിപ്പം യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിലല്ല, എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും അത് തന്നെയാണ്. ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിച്ചിരിക്കുന്നു. ഇവിടെ യേശുക്രിസ്തു ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി ആണ് എങ്കിലും, അപ്പോൾ ആ താഴ്ച വന്നൊരു സമയം താഴ്ച എന്ന് പറയുന്നത് ദൂതന്മാർക്ക് മരണമില്ല, യേശുക്രിസ്തുവിന് മരണമുണ്ട്. അപ്പം അമർത്യരായ ദൂതന്മാർ, മർത്യരായ മനുഷ്യർ, യേശുക്രിസ്തു അങ്ങനെ താഴ്ചയുള്ളവരാണ്. അവർ മരിക്കില്ല, നമ്മൾ മരിക്കും എന്നുള്ളത് കാര്യം കൊണ്ട് നമ്മൾ താഴ്ചയുള്ളവരാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ജീവൻ ലഭിച്ച്, മരിച്ചുപോയ ആൾക്ക് ജീവൻ ലഭിച്ച് നിത്യജീവനും കൂടി ലഭിച്ചു കഴിയുമ്പം അത് അവിടെ അങ്ങനെയാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ വായിക്കാം. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. എന്നിട്ട് ഒരിടത്ത് നമ്മൾ എവിടെ വായിക്കുന്നത്, ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് നമ്മളെടുത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൂതന്മാരുടെ മുകളിൽ ആക്കിയിട്ടുണ്ട് യേശുക്രിസ്തുവിനെ. അത് നമുക്ക് വായിച്ചു വരുമ്പോൾ എവിടെയും തന്നെ കാണാൻ കഴിയും. ദൂതന്മാരിലും ഉയർന്ന സ്ഥാനത്താണ് ഇന്ന് യേശുക്രിസ്തു. അത് യേശുക്രിസ്തുവിൻ്റെ ജീവിതം, ആ ജീവിതത്തിൽ മരണത്തിന് പോലും 3 ദിവസം പോലും പൂർണ്ണമായും പിടിച്ചു വെക്കാൻ കഴിയാത്ത
സംഗതി. അതിൽ നിന്ന് ആ മരണത്തെ ഉപേക്ഷിച്ച് ജീവനിലേക്ക് കടക്കുന്ന യേശുക്രിസ്തു ദൈവം ഉയർപ്പിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തു ദൂതന്മാരെക്കാളും ഉയർച്ച വന്നവനായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദൂതന്മാരോട് കൽപ്പിക്കുന്നത് ഇന്നത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ കാണുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ദർശനങ്ങളൊക്കെ ദൂതന്മാരാണ് യോഹന്നാനെ കാണിച്ചു കൊടുക്കുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയായിട്ടാണ് എന്ന് നമ്മൾ വായിക്കുന്നുമുണ്ട്. അപ്പോൾ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായി തീരുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് വായിച്ച 1-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ തന്നെ ഉണ്ട്. അവൻ ദൂതന്മാരെക്കാളും വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അത് നമ്മൾ ഇന്ന് വായിച്ചെടുത്ത് തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് ലേഖനകർത്താവ് അവിടെ പറയുന്നുണ്ട്. അപ്പം ഇത് പ്രവചനങ്ങളിലൊക്കെ ഈ നിവൃത്തിയും കൂടിയാണ്. എന്നിട്ട് നമ്മൾ വായിച്ചു വന്നതിൻ്റെ തുടർച്ച സകലത്തിനും അതിൽ ഒരു പ്രവചനം അവിടെ എടുത്തു പറയുന്നുണ്ട്. അത് സങ്കീർത്തനം 8-ാം അധ്യായത്തിലേത്. ദൂതന്മാർക്ക് ഞാൻ നേരത്തെ വായിച്ചു തന്നെ, മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് എന്തുമാത്രം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി, ദേശം ബഹുമാനം അവനെ അടിയിച്ചിരിക്കും, നിന്റെ കൈകളുടെ പ്രവർത്തികൾ നീ അവനെ അധിപതിയാക്കി, സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആരെയാണ്? യേശുക്രിസ്തുവിൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു സകലവും എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നത്. അത് സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനം 8-ാം അധ്യായത്തിലാണ് സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള താഴോട്ട് വായിച്ചു വരുമ്പോൾ 20 മുതൽ 28 വരെ വാക്യങ്ങളുള്ളൂ. വായിച്ചു വരുമ്പോൾ സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സകലവും അവന് കാൽ കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്നൊരു കാര്യം കൂടെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവത്തോട് സമമാക്കുകയോ യേശുക്രിസ്തുവിനെ ദൈവം തന്നെ ആക്കുകയോ ചെയ്യുന്ന, അല്ലെങ്കിൽ ചിന്തിക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിൻ്റെ ഇടയിലാണ് ഞാനിത് പറയുന്നത്. ആ ഒരു ലോകത്തു നിന്നാണ് ഞാനിത് പറയുന്നത്. ഇവിടെ സകലവും യേശുക്രിസ്തുവിന് കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലവും കീഴാക്കി കൊടുത്തവന് ഒഴികെ എന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 20 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സകലവും കീഴാക്കി കൊടുത്തവൻ, അപ്പോൾ ദൈവം ഒഴികെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദൈവം എന്നൊരു വ്യക്തിയുണ്ട്. ആ ദൈവത്തിന് കീഴെയാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം യേശുക്രിസ്തു മനുഷ്യനാണ്, ദൈവം ദൈവമാണ്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യമാണ്. ബൈബിളിൻ്റെ ഉപദേശത്തിലെ അടിസ്ഥാന സത്യവുമാണ്. അത് തെറ്റായി കിടക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന, വിശ്വസിക്കുന്ന ലോകത്തിലാണ് ഞാനിത് സംസാരിക്കുന്നുള്ളത്. എനിക്ക് നല്ല ബോധ്യവുമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അതും സത്യമാണ്. അന്നത്തെ കാലത്ത് സകലവും കീഴ്പ്പെട്ട്, ഇന്നും നമ്മൾ കാണുമ്പോൾ സകലവും യേശുക്രിസ്തുവിന് കീഴാക്കിയതായി കാണുന്നില്ല. ഇന്നും അതങ്ങനെ സംഭവിച്ചിട്ടില്ല. എങ്കിലും അവിടെയാണ് നമ്മൾ നേരത്തെ വായിച്ചത്, മരണമാസ ദൂതന്മാരിലും ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനെ നാം കാണുന്നു. സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ദൈവത്തിനത് ഇതാണ് യുക്തമെന്നാണ് തോന്നിയത്. അപ്പം അങ്ങനെ കഷ്ടം അനുഭവിച്ച ഒരുപാട് ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. യെശയ്യാ അടക്കം ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ മുന്തിയവനായി, ഏറ്റവും കഷ്ടം അനുഭവിച്ച ഒരുവനായിട്ട് യേശുക്രിസ്തുവിനെ നിർത്തേണ്ടത് അത് ആവശ്യമായിരുന്നു, യുക്തമായിരുന്നു എന്ന് ദൈവത്തിന് തോന്നി. അതുകൊണ്ട് ദൈവം അത് ചെയ്തു. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാപതിയെ ഞാൻ നിന്നെ സ്തുതിക്കും എന്ന് സങ്കീർത്തനം 22 ഒരു കോട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ മക്കള്, ഈ ദൈവത്തിൻ്റെ മക്കളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന കാര്യം. അപ്പോൾ നമ്മളെയൊക്കെ സഹോദരൻ എന്ന് വിളിക്കാൻ യേശുക്രിസ്തു ലജ്ജിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം ഞാൻ എൻ്റെ എന്നെപ്പോലെ വിശ്വസിക്കുന്ന ഒരാളിനെ സഹോദര അല്ലെങ്കിൽ സഹോദരി എന്ന് വിളിക്കുന്നത് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറയുന്ന ആശയത്തിലല്ല. മറിച്ച്
ക്രിസ്തുവിൽ അവൻ എനിക്ക് സഹോദരനാണ് എന്നുള്ള ആശയത്തിലാണ്, അല്ലെങ്കിൽ ആ സത്യത്തിലാണ്. ക്രിസ്തുവിൽ എൻ്റെ കൂടെയുള്ള സഹവിശ്വാസി എനിക്ക് ക്രിസ്തുവിൽ സഹോദരനാണ്. എങ്ങനെയാണ് ക്രിസ്തുവിൽ സഹോദരനാകുന്നത്? ഞാൻ ക്രിസ്തുവിലേക്കാകുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പൈതലാകുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ പൈതലാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനാകുമ്പോൾ, അല്ലെങ്കിൽ വേറൊരാൾ ദൈവത്തിൻ്റെ പുത്രിയാകുമ്പോൾ, ഓൾറെഡി തന്നെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ഒരുവനുണ്ട്, യേശുക്രിസ്തു. അപ്പം ഞാൻ ദൈവത്തിൻ്റെ പുത്രനാകുന്നു, യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പം ഞാനും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം ഒരപ്പൻ്റെ 2 മക്കൾ എന്ന നിലയ്ക്ക് ഞാനും യേശുക്രിസ്തുവും തമ്മിൽ സഹോദര ബന്ധമാണുള്ളത്. അത് മൂത്ത സഹോദരനാണെന്നുള്ളതാണ്, എന്നൊരു ബന്ധമാണ്. ആ ഒരു സഹോദര ബന്ധമാണ്. അത് തന്നെ അവനോട് പറയുന്നത്. ഞാൻ ഇതാ, അത് വേറെടുത്ത് പറയുന്നുണ്ട്, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നുണ്ട്. അതും കോട്ടാണ്. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ 22 പറയുന്ന ഞാൻ അവരെ എൻ്റെ നാമത്തെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ അവനെ സ്തുതിക്കുമെന്നൊക്കെ പറയുന്നിടത്ത് ഇവിടുത്തെ ലേഖനകർത്താവ് പറയുന്നത് അത് ഹേതു അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല എന്നാണ്. അപ്പം എനിക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിനും പിതാവ് ഒരുവൻ, എല്ലാം ഒരുവനല്ലോ പിതാവ്. അപ്പോൾ വിശുദ്ധീകരിക്കുന്നവരാരാ? യേശുക്രിസ്തു. വിശുദ്ധീകരിക്കപ്പെടുന്നവരാരാ? ഈ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാവർക്കും ഒരുവനല്ലോ പിതാവ്. അപ്പോൾ ഒരുവൻ തന്നെയാണ് പിതാവെങ്കിൽ യേശുക്രിസ്തുവിനും പിതാവ് ദൈവം, എനിക്കും പിതാവ് ദൈവമാണെങ്കിൽ ഞാനും യേശുക്രിസ്തു നമ്മൾ ബന്ധം എന്താണെന്ന് ചിന്തിച്ചാൽ മതി. താഴോട്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. അപ്പം സകല മനുഷ്യരും മരിച്ചു പോകേണ്ട മനുഷ്യരെ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജീവൻ കൊടുത്ത് നിർത്തുവാനുള്ള ഒരു വലിയ പദ്ധതിയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ യേശു വന്നത്. ദൂതന്മാർക്ക് പ്രത്യേക സംരക്ഷണം ആവശ്യമില്ല. ദൂതന്മാർ നിത്യമായി ഉള്ളവരാണ്, അവർ അമർത്യരാണ്. അപ്പം മർത്യരായിരിക്കുന്ന മനുഷ്യരെ അമർത്യത കൊടുക്കാനാണ് യേശുക്രിസ്തു വന്നതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും, യേശുക്രിസ്തു കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിനും തൻ്റെ സഹോദരന്മാർ സദസ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഇത്ര കൊണ്ട് ഉയർത്തിയാൽ യേശുക്രിസ്തുവിനെ കൃത്യമായി വരച്ച് കാണിക്കുകയാണ് ഈ എബ്രായർക്ക്. അവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നത് വായിച്ചത് വിശ്വസ്ത മഹാപുരോഹിതനാണെന്നാണ്. അപ്പം ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതൻ. അപ്പോൾ യേശുക്രിസ്തുവിനെ ആ ഒരു തലത്തിലും, അപ്പോൾ അവർക്ക് അന്നറിയാവുന്ന പുരോഹിതന്മാരുണ്ട്, ഭൂമിയിലെ മനുഷ്യരായ പുരോഹിതന്മാരുണ്ട്. ആ പുരോഹിതന്മാരൊക്കെയും മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു അവിടെ യാഗങ്ങൾ പലതും നടന്നിട്ടുണ്ട്, ലക്ഷക്കണക്കിന് യാഗങ്ങൾ നടത്തുന്നുണ്ട്. ആ യാഗങ്ങളിൽ നിന്ന് യേശുക്രിസ്തു വന്ന ഏകയാഗത്തിലേക്ക് വരും. അതൊക്കെ ഇതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ഏകയാഗത്തെ സംബന്ധിച്ചൊക്കെ എബ്രായർക്ക് ലേഖനത്തിൽ. അപ്പോൾ ഏകയാഗത്തിലൂടെ ആ ഒരു പൗരോഹിത്യത്തിലെ ഭൂമിയിലുണ്ടായിരുന്ന അതേവരെയുള്ള പൗരോഹിത്യത്തെയൊക്കെ നീക്കി, അത് നീക്കിയിട്ട് ഈ ഒരു പുരോഹിതനെ, ഒരേ ഒരു പുരോഹിതനെ ആക്കി മാറ്റി, എന്നേക്കുമുള്ള പുരോഹിതനാക്കി മാറ്റിയതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ എഴുതുകയാണ്. അപ്പോൾ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് സകലത്തിനും സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അപ്പോൾ ഇവിടെ പരീക്ഷിക്കപ്പെടുന്ന ഒരു ജനമായി നിൽക്കുകയാണ് ഈ എബ്രായർ, അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾ. അവർ രക്ഷയില്ല, അവർ തിരിച്ച് യഹൂദ മതത്തിലേക്ക് പോവുകയെ രക്ഷയുള്ളൂ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർക്ക് ഒരാശ്വാസം, അല്ലെങ്കിൽ അവർക്കൊരു സത്യം മനസ്സിലാക്കി കൊടുക്കുന്നത്. നിങ്ങൾ ഇന്ന് പരീക്ഷിതരായിരിക്കുന്നു, നിങ്ങൾ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഒരു മടങ്ങിപ്പോക്കിന് നിർബന്ധിക്കപ്പെടുകയാണ്. എന്നാൽ ഇതിനേക്കാൾ നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും വലിയ കഷ്ടം അനുഭവിച്ച ഒരുവൻ നിങ്ങളെപ്പോലെ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിയായി നിൽക്കുന്നുണ്ട്. സഹായിപ്പാൻ കഴിവുള്ളവനാണ് യേശുക്രിസ്തു. നിങ്ങൾ മറക്കരുത്, ആ യേശുക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുക. നിങ്ങളിന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് നിങ്ങൾക്ക് വിടുതലുണ്ടാകും, നിങ്ങൾക്കൊരു മടങ്ങിപ്പോക്ക് ആവശ്യമില്ല എന്നൊക്കെ അവരെ പ്രബോധിപ്പിക്കുന്ന ഒരു ലേഖനത്തിലെ 2 അധ്യായത്തിൻ്റെ അവസാനമാണ് ഇപ്പം നമ്മൾ വായിച്ചു നിർത്തിയത്. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നമ്മുടെ ശരിക്കും ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചാൽ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള
ഈ ഒരൊറ്റ അധ്യായം, ഈ ഒരൊറ്റ പുസ്തകം മതി യേശുക്രിസ്തു എന്താണെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ചിത്രം വായിക്കുന്നവർക്ക്, വിശ്വാസിക്ക്, ഭക്തന് ലഭിക്കാൻ, അല്ലെങ്കിൽ ഒരു പുതിയ വിശ്വാസിക്ക് ഒക്കെ ലഭിക്കാൻ ഈ ഒരു ഒറ്റ ലേഖനം തന്നെ മതി യേശുക്രിസ്തുവിനെ കൃത്യമായി കാണാൻ. അപ്പം അതിനുള്ള അവസരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നാളെ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെ കൂടുതലായി നമുക്കറിയാം. 3 വായനാഭാഗങ്ങളോട് അവസാനിക്കുന്നു. കേട്ടിരുന്നതിന് നന്ദി. നാളെ നമുക്ക് പുതിയ വായനാഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. ദൈവത്തിന് സ്തോത്രം.